ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. ഇന്നൊരു ഗാർഡനിങ് വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ നമ്മുടെ വീടിനും നമുക്കും ഒക്കെ ഗുഡ് ലക്ക് കിട്ടാനും പ്രോസ്പിരിറ്റി, ഹെൽത്ത്, വെൽത്ത് ഇതൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഒക്കെ തന്നെയാണ് അല്ലേ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കൊണ്ടുപോകുന്നത്. ചില വിശ്വാസങ്ങൾ, ചില കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ദിവസങ്ങൾ കൊണ്ടുപോകാറുള്ളത് അല്ലേ. അതിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, വീടിനകത്തും പുറത്തൊക്കെ നമ്മൾ സ്ഥാപിക്കുന്ന വസ്തുക്കൾ, അതിപ്പോ ചെടികളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, മറ്റു വസ്തുക്കളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. വാസ്തുശാസ്ത്രയിൽ ഒക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങൾ അർപ്പിക്കാറുണ്ട്. എല്ലാവരുടെയും കാര്യമില്ലാട്ടാ ഞാൻ പറയുന്നത്, അതുപോലെ വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഞാനും അതുപോലെയുള്ള കുഞ്ഞൊരു വിശ്വാസിയാണ് കേട്ടാ. ഞാനൊരു ഓവറായിട്ട് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസിയല്ല. ചെറിയ ചെറിയ ടിപ്പ് അത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റാർക്കും ദോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരും, സന്തോഷം കൊണ്ടുവരും, ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്രകാരം നമ്മുടെ ഗാർഡനിങ് ആണല്ലോ നമ്മുടെ വിഷയം. അങ്ങനെ നമ്മൾ ഗാർഡനിലും ചെയ്യാവുന്ന അല്ലെങ്കിൽ ഗാർഡനിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഇതുപോലെ ഗുഡ് ലക്കും പ്രോസ്പിരിറ്റും ഹെൽത്തും വെൽത്തും ഒക്കെ അട്രാക്ട് ചെയ്യുന്ന ചില മരങ്ങളുണ്ട്, ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് അത്തരത്തില് 10 ചെടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലെ നമുക്ക് വാസ്തുശാസ്ത്ര അനുസരിച്ച് ഗുഡ് ലക്കും പ്രോസ്പിരിറ്റിയും ഹെൽത്തും വെൽത്തും പീസും തരുന്ന 10 ചെടികൾ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. 10 അല്ല, ഒരുപാട് ചെടികളുണ്ട്. ഇതൊരു വേണമെങ്കിൽ ഫസ്റ്റ് പാർട്ടായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാം. എൻ്റെ വീട്ടിലുള്ള 10ഓളം ചെടികളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒപ്പം അതിൻ്റെ എല്ലാം വിശേഷങ്ങളും. വീഡിയോ കണ്ടാലും. അങ്ങനെ മികച്ച വാസ്തു സസ്യങ്ങളിൽ ഒരാളായ ലക്കി ബാമ്പു ആണ് ഒന്നാമത്തെ ആള്. എൻ്റെ വീട്ടിൽ ഒരുപാട് ലക്കി ബാമ്പു ഉണ്ട് കേട്ടാ. വളരെ ചെറിയ ഒരു കമ്പിൽ നിന്നാണ് ഞാൻ ഇത്രയധികം ലക്കി ബാമ്പു ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അറിയാലോ, ലക്കി ബാമ്പു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ ആ ഒരു ബൗളിൽ വെള്ളത്തിലിരിക്കുന്ന ലെയർ ആയിട്ട് ഉള്ള ഒരു കുഞ്ഞു ലീഫ് പോലെ തോന്നുന്ന റെഡ് റിബൺ ഒക്കെ കെട്ടിയിട്ടുള്ള ആ ഒരു ബൗളായിരിക്കും. ഇതിന്റെ കമ്പെടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് കേട്ടാ. ഇതാണ് ലക്കി ബാമ്പു. വാസ്തുപ്രകാരം മുള അല്ലെങ്കിൽ നമ്മുടെ ഈ ലക്കി ബാമ്പു നമ്മുടെയൊക്കെ വീട്ടിലേക്ക് സന്തോഷം, ഭാഗ്യം, പ്രശസ്തി, സമാധാനം, സമ്പത്ത് എന്നിവയൊക്കെ കൊണ്ടുവരുന്നതാണ് വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തോ പുറത്തോ ഒക്കെ ഇത് സ്ഥാപിക്കാട്ടാ. അതുപോലെ നമ്മുടെയൊക്കെ ഓഫീസിൽ, നമ്മുടെയൊക്കെ മേശയുടെ മുകളിലും ഇത് സ്ഥാപിക്കാം. അതുപോലെയൊക്കെ തന്നെ ഗിഫ്റ്റായിട്ട് നൽകാനും ഇത് വളരെ നല്ല ഒരു ചെടിയാണ്. അതുപോലെ എന്താ പറയാ, തെക്ക് കിഴക്കാണ് ഇതിന്റെ പൊസിഷൻ വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മണി പ്ലാന്റ് ആണ് കേട്ടോ. പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ്. ഇതിന്റെ വലിയൊരു നമ്മുടെ തെങ്ങുമ്മൽക്ക് കയറിയിട്ടുള്ള വലിയ മണി പ്ലാന്റ്, വർഷങ്ങളോളം പഴക്കമുള്ള മണി പ്ലാന്റ് നമുക്ക് വേറെ ഉണ്ട്. ഞാനത് ഷോർട്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പോത്തോസിന്റെ പല പല കളക്ഷൻസ് ഉണ്ട് കേട്ടാ. ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ, നിയർ ആൻഡ് ഇയേഴ്സ് ആയിട്ടുള്ളവർ ചോദിക്കുമ്പോൾ ഇതേ പോലെ ഞാൻ കുറെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഉള്ള നീണ്ടു വരുന്ന കമ്പൊക്കെ ഇങ്ങനെ ബുഷിയായി നിൽക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ അത് കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഇട ഞാൻ ഇതുപോലെ ഉണ്ടായിരുന്ന കുറച്ചധികം കൊടുത്തുപോയി. അപ്പോഴേ മണി പ്ലാന്റിന്റെ രഹസ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് മണിനെ ആകർഷിക്കും എന്നാണ് കേട്ടാ. സമ്പത്ത്, ഭാഗ്യം ഒക്കെ കൊണ്ടുവരുന്നതാണ് വിശ്വാസം. മണി പ്ലാന്റിന്റെയും പൊസിഷൻ, ദിശ പറയണത് തെക്ക് കിഴക്കന്നെയാണ്. അടുത്തതായിട്ട് വരുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. പാമ്പ് ചെടി, സർപ്പപ്പോള, സെന്റ് ജോർജിന്റെ വാള്, അമ്മായിമ്മയുടെ നാവ്, അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ട് കേട്ടാ നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിന്. സ്നേക്ക് പ്ലാന്റ് വാസ്തുപ്രകാരം പോസിറ്റീവ് എനർജിയുടെ മികച്ച ഉറവിടാന്ന് പറയും കേട്ടാ. അതുപോലെ തന്നെ നാസയുടെ കണ്ടുപിടുത്താണ് നമ്മളുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഫോർമാൽഡിഹൈഡ്, അതുപോലെ നൈട്രജൻ ഓക്സൈഡ് എന്നിങ്ങനെയുള്ള വിഷാംശങ്ങളെ വലിച്ചെടുത്തിട്ട് അന്തരീക്ഷം ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവും കൂടെ നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിന് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോറായും ഇൻഡോറായും ഈ പ്ലാന്റ് വെക്കാം. ഇൻഡോർ ആയിട്ട് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ മുറിക്കുള്ളിലൊക്കെ ഉണ്ടാവുന്ന ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമാൽഡിഹൈഡ്, നൈട്രജൻ ഓക്സൈഡ് അങ്ങനെയുള്ള വിഷാംശങ്ങൾ നമ്മുടെ വീടിനകത്തും ഉണ്ടാവാം. കാരണം നമ്മുടെ വീടിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ. തുണിത്തരങ്ങള്, ഫർണിച്ചർ, തുകലുൽപ്പന്നങ്ങള്, അതുപോലെ തന്നെ മറ്റ് എന്താ പറയാ സൗന്ദര്യവർദ്ധക വസ്തുക്കള്, പിന്നെ പെയിന്റിങ്, അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ടല്ലോ. പലതിൽ നിന്നും ഇങ്ങനെയുള്ള
വിഷാംശങ്ങളൊക്കെ പുറപ്പെടും. അത് നമ്മുടെ മുറിക്കുള്ളിൽ നിന്ന് അവയെ വലിച്ചെടുത്തിട്ട് നീക്കം ചെയ്ത് ആ അന്തരീക്ഷം ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് വീടിനകത്ത് ഇൻഡോർ ആയിട്ട് നമ്മൾ സ്നേക്ക് പ്ലാന്റ് വെക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റിന്റെയും പൊസിഷൻ വരുന്നത് തെക്ക് കിഴക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് ചെറിയ രീതിയിൽ വിഷാംശം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൈയൊക്കെ എത്തുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇൻഡോർ ഒക്കെ ആയിട്ട് വെക്കുമ്പോഴൊക്കെ ഇത് കടിച്ചു കഴിഞ്ഞാൽ നാവ് തടിക്കാനും മറ്റ് ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ. എന്റെ അടുത്ത് 3 വെറൈറ്റീസ് ഉണ്ട് ഈ സ്നേക്ക് പ്ലാന്റ്. അടുത്തത് തുളസിയാണ്. ഹോളി ബേസിൽ എന്ന് പറയും. നമ്മുടെ തുളസി ചെടിക്ക് അറിയാലോ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് കേട്ടോ. ഒരുപാട് രോഗങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങൾ പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരം പൂജാതി കർമ്മങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് തുളസി. തുളസിക്ക് ഒരുപാട് ഓക്സിജൻ പ്രസരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. മാത്രമല്ല നെഗറ്റീവ് എനർജീനെ തൂത്തെറിഞ്ഞ് പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവും കൂടിയുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ വാസ്തുപരമായുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. നമ്മുടെ ഉണ്ടാവുന്ന വാസ്തുദോഷങ്ങളെ നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ തുളസി സ്ഥാപിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. തുളസിയുടെ പൊസിഷൻ വരുന്നത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശകളിലാണ്. അടുത്തത് കറ്റാർ വാഴയാണ്. അലോവേര എല്ലാവർക്കും അറിയാം. കറ്റാർ വാഴ നല്ലൊരു ഔഷധ സസ്യമാണ് കേട്ടാ. നമുക്ക് ത്വക്ക് രോഗങ്ങൾക്കാണെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള മറ്റു അസ്വസ്ഥതകൾക്കൊക്കെ നമ്മൾ ഇതിന്റെ ജെല്ല് എടുത്തിട്ട് നമ്മൾ പാനീയമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ത്വക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും വാസ്തുപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെയേറെ ഭാഗ്യം നിറഞ്ഞ ഒരു സസ്യമാണെന്ന് പറയും കേട്ടാ കറ്റാർ വാഴ. കറ്റാർ വാഴയ്ക്ക് നല്ല പൊസിഷൻ എന്ന് പറയുന്നത് കിഴക്ക് ദിശ അല്ലെങ്കിൽ വടക്കാണ്. എന്നിരുന്നാലും പടിഞ്ഞാറ് വശത്തും വെക്കാം, തെക്ക് വശവും കുഴപ്പമില്ല. എന്നിരുന്നാലും വടക്ക് പടിഞ്ഞാറ് ദിശ ഒഴിവാക്കണം എന്നാണ് പറയാറുള്ളത്. നമ്മുടെ വീട്ടില് അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, ഭാഗ്യം ഇതൊക്കെ കൊണ്ടുവരും എന്ന് പറയാ കറ്റാർ വാഴ. കറ്റാർ വാഴ പലതരത്തിലുണ്ട് കേട്ടാ. എൻ്റെ അടുത്ത് തന്നെ 3-4 തരത്തിലുള്ള കറ്റാർ വാഴയുടെ കളക്ഷൻ ഉണ്ട്. കറ്റാർ വാഴ ഇടതൂർന്ന് വളർന്ന വീട്ടില് സന്തോഷം, സമാധാനം, ദൈവാധീനം ഉണ്ടാവുന്ന പഴമക്കാർ പറയുന്ന കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിൽ സാധാരണ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയിരുന്ന പണ്ടൊക്കെ ചെടികൾ ഇതൊക്കെ തന്നെയായിരുന്നു അല്ലെ. കറ്റാർ വാഴ, തുളസി, പനിക്കൂർക്ക അങ്ങനെയുള്ളതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് കറ്റാർ വാഴ. അപ്പൊ എൻ്റെ അടുത്തുള്ള കറ്റാർ വാഴയുടെ കളക്ഷൻസ് ഞാൻ മുന്നേ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്, ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാടുണ്ട് കേട്ടാ. അടുത്തത് വാഴയാണ്, നമ്മുടെ ബനാന ട്രീ. വാഴയ്ക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് കേട്ടാ. ഭാഗ്യവും ഐശ്വര്യവും സന്തോഷം സമാധാനം ഒക്കെ കൊണ്ടുവരും. നമ്മുടെ വീട്ടിൽ കാരണവന്മാരുണ്ടെങ്കിൽ പണ്ട് പറയൂലേ, ഒരു അട ചൂടാനെങ്കിലും ഇല ചീന്തിയെടുക്കാനുള്ള ഒരു വാഴത്തൈ കൊണ്ടുവെക്കി എന്നൊക്കെ മക്കളോടോ ഒക്കെ പറയണതായിട്ട് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളീയരുടെ വീടുകളിൽ ഒരു വാഴത്തൈയെങ്കിലും അല്ലെങ്കിൽ ഒരു വാഴയുടെ മരമെങ്കിലും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലെ. അത്രയധികം ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഈ വാഴയുടെ പരിസരം അതുപോലെ തന്നെ വൃത്തിയായും ശുചിയായും കൊണ്ടു നടക്കണമെന്ന് വാസ്തുശാസ്ത്ര അനുശാസിക്കുന്നുണ്ട് കേട്ടാ. അതുപോലെ തന്നെ നമ്മുടെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷമുണ്ടെങ്കിൽ അത് അപ്പാടെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അപ്പാടെ ഒഴിവാക്കാനുള്ള ഒരു കഴിവും കൂടെ വാഴയ്ക്കുണ്ട്. വാഴ നടാനായിട്ട് കിഴക്ക് അല്ലെങ്കിൽ വടക്ക്, അതും അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയാണ് തിരഞ്ഞെടുക്കേണ്ടത്. കിഴക്ക് തെക്ക് മൂല ഒഴിവാക്കുക, അതുപോലെ തന്നെ പടിഞ്ഞാറ് വശവും ഒഴിവാക്കണം എന്നാണ് നമ്മുടെ വാസ്തുശാസ്ത്രം പറയുന്നത്. ഭാഗ്യത്തെ പ്രതിനിധീകരിക്കുന്ന ദിവസമാണല്ലോ വ്യാഴം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാഴ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വെട്ടാൻ പാടില്ല എന്നും പഴമക്കാർ പറയാറുണ്ട്. അതുപോലെ തന്നെ കൊല വേണമെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാം, പക്ഷെ വാഴ വെട്ടാൻ പാടില്ല അത്രേ. അതുപോലെ കറ്റാർ വാഴയും നമ്മുടെ ഈ ബനാന വാഴയും തമ്മിൽ യാതൊരു വിധ ബന്ധവും ഇല്ല കേട്ടാ, പേരിൽ മാത്രമേ സാമ്യമുള്ളൂ. അടുത്തത് പീസ് ലില്ലിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ഭാഗ്യ സസ്യമാണ് കേട്ടോ പീസ് ലില്ലി എന്ന് പറയുന്നത്. ഇതിന്റെ ദിശ വരുന്നത് വടക്ക് അല്ലെങ്കിൽ കിഴക്കാണ്. അവിടങ്ങളിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റിവിറ്റി ആകർഷണം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ചെടിക്കുണ്ട്. മാത്രമല്ല നമ്മുടെയൊക്കെ മാനസിക സമ്മർദ്ദം കുറച്ചുകൊണ്ട് നമുക്കൊക്കെ സമാധാനം തരുന്ന ഒരു ചെടിയും കൂടിയാണ്. ഭാഗ്യം, സമാധാനവും സന്തോഷമൊക്കെ തരുന്ന ചെടി ആയതുകൊണ്ടായിരിക്കണം പീസ് ലില്ലി എന്നുള്ള ഒരു പേരും വന്നത്.
അടുത്തത് മാരിഗോൾഡ് അല്ലെങ്കിൽ ചെണ്ടുമല്ലി, നമ്മുടെ സ്വന്തം ചെണ്ടുമല്ലി. ഈ ചെണ്ടുമല്ലി ചെടികൾക്ക് കേതുവിന്റെയും വ്യാഴത്തിന്റെയും എനർജി ഉണ്ടെന്ന് പറയണേ. അതുകൊണ്ട് തന്നെ ധാരാളം പോസിറ്റീവ് വൈബ് വൈബ്രേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ആകർഷണം ചെയ്യാൻ മാത്രമല്ല, ആ ഒരു പോസിറ്റീവ് എനർജീനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശക്തിയും കൂടെ ഈ ചെണ്ടുമല്ലി ചെടികൾക്ക് ഉണ്ടെന്ന് പറയണേ. അത് ഏകദേശം 17 അടി ചുറ്റളവില് വ്യാപിച്ചു കിടക്കും, ആ ഒരു പ്രഭാവലയം പോലെ വ്യാപിച്ചു കിടക്കും എന്ന് പറയണേ. അതുകൊണ്ട് തന്നെ നമുക്ക് വരാനുള്ള ദോഷങ്ങളൊക്കെ തട്ടിമാറിപ്പോവും എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രോഗശാന്തിക്കും ഈ ഒരു പ്രഭാവലയം വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് നമ്മുടെ വാസ്തുശാസ്ത്ര അനുശാസിക്കുന്നത്. ഇതിന്റെയും ദിശ പറയുന്നത് നമ്മുടെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് തന്നെയാണ്. അടുത്ത സസ്യം ചെമ്പരത്തിയാണ്. അറിയാലോ, ചെമ്പരത്തി നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്, പല പല നിറങ്ങളിലും അതുപോലെ വലുപ്പത്തിലും ഒക്കെ ആയിട്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ 12-ലധികം തരം ചെമ്പരത്തികൾ ഉണ്ട് കേട്ടാ, നാടനായിട്ടും ഹൈബ്രിഡായിട്ടും ഒക്കെ. ഈ ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ശാന്തിയും സമാധാനവും പുരോഗതിയും ഒക്കെ ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വ്യാഴത്തിന്റെ നിറമായിട്ട്, വ്യാഴത്തെ സൂചിപ്പിക്കാനായിട്ട് മഞ്ഞല്ലേ നമ്മൾ പറയാ, അതുകൊണ്ട് തന്നെ മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിക്കും ഏറെ പ്രാധാന്യമാണ് നമ്മുടെ വാസ്തു ശാസ്ത്രപ്രകാരം. ഒരുപാട് ചെമ്പരത്തികളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു നിറങ്ങളിലും ഒക്കെ നമ്മൾ വളരെ ആകൃഷ്ടരാണല്ലോ. അതുപോലെ തന്നെയാണ് പോസിറ്റീവ് എനർജീനെ വളരെയധികം ആകർഷിക്കാനുള്ള കഴിവും ചെമ്പരത്തിക്ക് ഉണ്ട്. ചെമ്പരത്തി വടക്ക് ദിശയിലോ കിഴക്ക് ദിശയിലോ ഒക്കെ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. പടിഞ്ഞാറ് ദിശ ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തത് ജമന്തി ചെടിയാണ്. ജമന്തി ചെടിയുടെ വാസ്തുപ്രകാരം പറയുന്നത് കിഴക്ക് ദിശയാണ് ഇത് നട്ടുപിടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ പുരോഗതി, അതുപോലെ പുതിയ പുതിയ തുടക്കങ്ങൾ, അതിനൊക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഭാഗ്യം കൂടെ വരും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ പ്രധാന വാതിലിന്റെ അരികിലൊക്കെ ആയിട്ട് ജമന്തി വെച്ച് പിടിപ്പിക്കുന്നതും ഐശ്വര്യം കൊണ്ടുവരും, പോസിറ്റീവ് എനർജി കൊണ്ടുവരും എന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ട്. വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന ഭാഗ്യവും സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സമ്പത്തൊക്കെ കൊണ്ടുവരുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത് കേവലം ഈ 10 സസ്യങ്ങളല്ലാട്ടാ, ഒരുപാട് സസ്യങ്ങളുണ്ട് ഇനിയും. എൻ്റെ വീട്ടിലുള്ള 10ഓളം സസ്യങ്ങളെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ മറ്റുള്ള സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഏതോ ഒരു ജ്വല്ലറിയുടെ ക്യാപ്ഷൻ എന്ന പോലെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയും. എന്നതുപോലെ തന്നെ നമുക്ക് എല്ലായ്പ്പോഴും ഈ പറഞ്ഞതുപോലെ ദിശയും ദിക്കും ഒക്കെ നോക്കിയിട്ട് ചെടികളെ പരിപാലിക്കാൻ ചിലപ്പോൾ സ്ഥലപരിമിതി ഒന്നും സമ്മതിച്ചു എന്ന് വരില്ല. എന്നാലോ ചെടികളൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വരാണെങ്കിൽ ഞാനും ഒരുപാടിടങ്ങളിൽ കണ്ടിട്ടുണ്ട്, മറ്റു ദിശകളിൽ നമ്മൾ വിചാരിക്കുന്ന ദിശകളിലല്ലാതെ റോങ് ദിശകളിലൊക്കെ ചെടികൾ നന്നായി വളരുന്നതും, എന്നാൽ ആ വീട്ടിൽ ഹെൽത്തിനോ വെൽത്തിനോ ഒന്നും യാതൊരുവിധ പ്രശ്നം ഉള്ളതായിട്ടും കാണാത്ത അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തു എന്നേ മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസം അതല്ലേ എല്ലാം. എന്തായാലും തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ സസ്യങ്ങളെ സ്നേഹിക്കുക, പൂക്കളെ സ്നേഹിക്കുക, നട്ടു നനയ്ക്കുക, വളർത്തുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രകൃതിയോട് ഏറ്റവും അടുക്കണ ഒരു കഥയാണ് അല്ലെ. അപ്പോ അതിനനുസരിച്ച് അതിന്റെ വളർച്ചയും പൂക്കളും നിറവും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷം സമാധാനം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പരമാവധി ഇങ്ങനെയുള്ള ചെടികളെ ഉണങ്ങാതെ ഒക്കെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും, കാരണം അത് കരിഞ്ഞു നിൽക്കുക ഉണങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമാണല്ലോ. ബേസിക്കലി അങ്ങനെയുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എന്തായാലും പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ വാസ്തുശാസ്ത്രം പറയണത്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഉള്ളവർക്ക് ആ രീതിയിലും വിശ്വാസം ഇല്ലാത്തവർക്ക് ചെടികളെ എങ്ങനെ സ്നേഹിക്കുന്നു നിങ്ങൾ അതുപോലെയും പരിപാലിക്കാവുന്നതാണ് എന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളിലൂടെ ഇനിയും കാണാം. Till then, take care. Bye bye.